പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75-ാം വയസ്സിൽ വിരമിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയായിരുന്നു പരാമർശം. तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे। मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं। मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे हैं। 75-ാം വയസ്സിൽ മോദി വിരമിച്ചാൽ മോദി ഗ്യാരണ്ടി അമിത്ഷാ പൂർത്തിയാക്കുമോ എന്നായിരുന്നു കെജ്രിവാളിന്റെ ചോദ്യം. അടുത്ത തവണയും മോദി തന്നെ പാർട്ടിയെ നയിക്കുമെന്നും മോദി വിരമിക്കില്ലെന്നും അമിത്ഷാ തിരിച്ചടിച്ചു. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है। ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है। मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे। इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है। ये कंफ्यूजन खड़ा करना चाहिए. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു രാഷ്ട്രീയ വിമർശനത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ചോദ്യത്തിന്റെയോ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിലൊക്കെ ഇത് ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഇന്ന് കെജ്രിവാൾ നടത്തിയ പ്രസ്താവന. അതിൽ മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും. ഇതിലൂടെ BJP വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നുണ്ടല്ലോ. അണികൾക്കിടയിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലോ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്ന ജാഗ്രത BJPയും പുലർത്തുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് എൽ കെ അദ്വാനിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലമുറ മാറ്റം എന്നുള്ളതായിരുന്നു. 75 വയസ്സായവർ പാർട്ടി സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ ഗോവയിൽ നരേന്ദ്രമോദി NDAയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതിന് സമാനമായിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് 75 വയസ്സ് തികയുകയാണ്. അങ്ങനെ 75 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനമൊഴിയും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് കെജ്രിവാളിലെ കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ഇന്ന് ചെയ്തത്. അതുവഴി BJP നേതൃത്വത്തിലും BJP അണികളിലും ഒരു ആശയക്കുഴപ്പം വരുത്തുക എന്നുള്ളതാണ് കെജ്രിവാളിന്റെ ഒരു തന്ത്രമായി മാറിയിട്ടുള്ളത്. കാരണം നരേന്ദ്രമോദിയെ മുൻനിർത്തി മോദി ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് തേടുന്ന BJPയെ സംബന്ധിച്ച് നരേന്ദ്രമോദി അടുത്ത വർഷം അധികാരത്തിൽ നിന്ന് പോകുമെന്ന പ്രതീതി സൃഷ്ടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്നത് BJPയുടെ ദേശീയ നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ തന്ത്രമാണ് അരവിന്ദ് കെജ്രിവാൾ പയറ്റിയത്. അദ്ദേഹം പറഞ്ഞതിൽ മോദി മാറിയാൽ അടുത്തതായി വരുന്നത് അമിത്ഷാ ആയിരിക്കും, യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല. മോദി ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത് അമിത്ഷായും പ്രധാനമന്ത്രിയാക്കാനാണ് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ അമിത്ഷാ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി രംഗത്ത് എത്തിയിരിക്കുന്നത്. മോദി തന്നെയായിരിക്കും ഭരണം നടത്തുക. പാർട്ടി ഭരണഘടനയിൽ 75 എന്നത് വിരമിക്കൽ പരിധിയായി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, മോദി വിരമിക്കുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രപരമായ പ്രസ്താവനയോടെ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ അപകടം മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് BJP.